എറണാകുളം കങ്ങരപ്പടി സ്വദേശിയും ചാർട്ടേഡ് അക്കൗണ്ടന്റുമായ അന്ന സെബാസ്റ്റ്യന് സ്വപ്ന സാക്ഷാത്കാരമായിരുന്നു ഏണസ്റ്റ് ആൻഡ് യങ് എന്ന കമ്പനിയിലെ ജോലി. കമ്പനിയുടെ പൂനെ ഓഫീസിൽ ഈ വർഷം മാർച്ച് 19 ജോലിയിൽ പ്രവേശിച്ചു. എന്നാൽ കഴിഞ്ഞ ജൂലൈ 20 കുടുംബത്തെ തേടിയെത്തിയത് അന്നയുടെ മരണവിവരമാണ്. അന്നയുടെ മരണത്തിന് കാരണം തൊഴിലിടത്തിലെ അമിത ജോലിഭാരമാണെന്ന് കുടുംബം ആരോപിച്ചു. അന്നയുടെ മേലുദ്യോഗസ്ഥനായിരുന്ന മാനേജർക്കെതിരെയാണ് പ്രധാന ആരോപണം. രാത്രി വരെ 12:30 മണി വരെ ഇരുന്ന് ഓഡിറ്റ് ചെയ്യണം ഓരോ കമ്പനികൾ. പിന്നെ തിരിച്ച് അവൾ താമസിക്കുന്ന PGയിലെത്തുമ്പോൾ രാത്രി 1:30 മണിയാവും. 1:30 മണിയായാലും അഡീഷണൽ വർക്ക് അവൾക്ക് കൊടുക്കും. ചൂഷണം ചെയ്തതാണെന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. അപ്പം അങ്ങനെ പലപ്പോഴും അവൾക്ക് ഉറക്കം സമയം കിട്ടില്ല. പിന്നെ ഭക്ഷണം സമയത്തിനില്ല. മാനേജറുണ്ട്, അങ്ങനെയാണെങ്കിൽ ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഒത്തിരി താല്പര്യമുള്ള പകൽ സമയത്ത് മുഴുവൻ ഇങ്ങനെയുള്ള ആക്ടിവിറ്റികളിലൊക്കെ മുഴുകി നടന്നിട്ട് വൈകുന്നേരങ്ങളിലാണ് അങ്ങേരുടെ ജോലി തുടങ്ങുന്നത്. അപ്പോൾ ആ സമയത്താണ് ഇവർക്ക് ഈ വർക്കൊക്കെ അലോട്ട് ചെയ്ത് കൊടുക്കുന്നത്. അന്നയുടെ അമ്മയുടെ കത്ത് ചർച്ചയായതിന് പിന്നാലെ കത്തിൽ പറഞ്ഞതിനേക്കാൾ വലിയ പീഡനമാണ് കമ്പനിയിൽ നടക്കുന്നതെന്ന് വ്യക്തമാക്കി സഹജീവനക്കാർ രംഗത്ത് വന്നിട്ടുണ്ട്. ആ ലെറ്ററിൽ പറയുന്നതിനേക്കാളും കൂടുതൽ ഒരു ആറ്റിറ്റ്യൂഡാണ്, ടോർച്ചർ ആറ്റിറ്റ്യൂഡാണ് അവിടുത്തെ മാനേജർ എടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് അവൾ ആ കൊളീഗ് ആ പ്ലാറ്റ്ഫോമിൽ എഴുതിയിട്ടുണ്ട്. മകളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോഴോ സംസ്കാര ചടങ്ങിലോ കമ്പനി പ്രതിനിധികൾ ആരും പങ്കെടുത്തില്ലെന്നും അച്ഛൻ പറഞ്ഞു. അവള് ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടും അവളെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരാനായിട്ടും അവരാരും യാതൊരു സഹായം ചെയ്തിട്ടില്ല. പിന്നെ ഇവിടുത്തെ അവളുടെ ഫ്യൂണറലിനാണെങ്കിലും കമ്പനിയെ റെപ്രസെൻ്റ് ചെയ്തിട്ടും ആരും വന്നിട്ടില്ല. കത്തിന്റെ അടിസ്ഥാനത്തിൽ നടപടികൾ സ്വീകരിക്കുമെന്ന് കമ്പനി ചെയർമാൻ കുടുംബത്തിന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇപ്പം ചെയർമാൻ ആദ്യം മറുപടി വന്ന് അങ്ങനെ ഓവർസീസാണ്, ഞാൻ വന്നിട്ട് ടേക്കപ്പ് ചെയ്തോളാന്ന്. അങ്ങനെ കഴിഞ്ഞ ദിവസം വന്നു. അപ്പം അങ്ങനെ ഒരു കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അതായത് ഇങ്ങനെ ഇത് ആവർത്തിക്കാതിരിക്കാനായിട്ട്. അന്നയുടെ മരണത്തിൽ അന്വേഷണം വേണമെന്ന് മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടു. അന്വേഷണം ഉണ്ടാകുമെന്ന് കേന്ദ്ര തൊഴിൽ മന്ത്രി ശോഭ കരന്തലജെ ഉറപ്പ് നൽകിയതായും രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചു. തൊഴിലിടത്തിലെ അമിത ജോലിഭാരം ജീവനക്കാരുടെ മാനസിക ശാരീരിക ആരോഗ്യത്തെ ബാധിക്കുന്നതിനെക്കുറിച്ചുള്ള വലിയ ചർച്ചകൾക്ക് അന്നയുടെ അമ്മ എഴുതിയ കത്ത് തുടക്കമിട്ടിട്ടുണ്ട്. അന്നയ്ക്ക് നീതി ഉറപ്പാക്കുന്നതിനൊപ്പം ആരോഗ്യകരമായ തൊഴിലിടം ഉറപ്പാക്കുന്നതിനും ആ അമ്മയുടെ കത്ത് വഴികാട്ടിയാകട്ടെ. ജോയ്സിയറിനൊപ്പം എസ് അരുൺ ശങ്കർ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.